ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിനാൽ മാംസം ധരിക്കുമ്പോൾ മാത്രമേ യേശു നമ്മിൽ പൂർണ്ണമായി ഉരുവാകുകയുള്ളൂ. വചന വായനയിലൂടെയും ധ്യാനപ്രസംഗങ്ങൾ, ദിവ്യബലി ഇവയിലൂടെയും നമ്മിലേക്ക് കടന്നു വരുന്ന വചനമാകുന്ന വിത്ത് നല്ല നിലത്തിൽ വീഴുവാനായി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് സഹായകരമായ വചനഭാഗങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. ഒരു ചോദ്യമാണ് ആദ്യം എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഇന്നലെ രാവിലെ നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടല്ലോ, വിശുദ്ധ ബലി അർപ്പിച്ചല്ലോ. ഇന്നലെ രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ വിശുദ്ധ ബലിയിൽ വായിച്ച പ്രഘോഷിച്ച സുവിശേഷ ഭാഗം ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നവരൊന്ന് കരമുയർത്തിയേ. പ്രൈസ് ദി ലോർഡ്. ഗുഡ്. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഓർക്കാത്ത എന്താ? അത് എന്തുകൊണ്ട് അധികം പേരും അത് ഓർക്കുന്നില്ല? അതിൻ്റെ കാരണമാണ് ഈശോ വിത്തിൻ്റെ ഉപമയിൽ വെളിപ്പെടുത്തുന്നത്. വിതക്കാരൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 13 മുതലുള്ള വചനത്തിൽ നമുക്ക് വായിക്കാം. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് കരമുയർത്തി മർക്കോസ് 4:13. എല്ലാവരും ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിത്തിൻ്റെ ഉപമയുടെ വിശദീകരണം അവർ ചോദിച്ചപ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. വിതക്കാരൻ വിത്ത് വിതച്ചു. കുറേ വിത്തുകൾ വഴിയരികിൽ വീണു, കുറേ വിത്തുകൾ പാറമേൽ വീണു, മറ്റു കുറേ വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു, മറ്റു ചിലതാകട്ടെ നല്ല നിലത്ത് വീണു. ഇതാണ് ഉപമ. അതിൻ്റെ അർത്ഥം എന്താണ് എന്നവർ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞതെന്താ? ഈ ഉപമയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റുള്ള ഉപമകൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കുമ്പോഴാണ് യേശു നമ്മളിൽ പൂർണ്ണമായി ഉരുവാകുന്നത്. യേശു നമ്മളിൽ ഉരുവാകണമെങ്കിൽ ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവമായിരുന്നു. യേശു തന്നെയായ ആ വചനം അല്ലെങ്കിൽ വചനമാകുന്ന യേശുവിലൂടെ ഈ പ്രപഞ്ചത്തിൽ അവതരിക്കപ്പെട്ട് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണം. കാറ്റക്കിസം പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുമതം ഒരു പുസ്തകത്തിൻ്റെ റിലീജിയൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ. ക്രിസ്തുമതം ഒരു പുസ്തകത്തിൻ്റെ, ഒരു ഗ്രന്ഥത്തിൻ്റെ മതമല്ല, മറിച്ച് വചനത്തിൻ്റെ മതമാണ്. അതും എഴുതപ്പെട്ടതും നിർജീവവുമായിട്ടുള്ളൊരു വചനത്തിൻ്റെ മതമല്ല, മറിച്ച് അവതരിക്കപ്പെട്ട ജീവിക്കുന്ന വചനത്തിൻ്റെ മതമാണ്. അവതരിക്കപ്പെട്ട, മനുഷ്യാവതാരം ചെയ്ത, ഇന്നും ജീവിക്കുന്ന വചനം. ആ വചനം ഇന്ന് ഓരോരുത്തരിലും അവതരിക്കപ്പെടണം, ഓരോരുത്തരിലും അത് ജീവിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചിരുന്നു. ഗർഭത്തിൽ ശിശു രൂപമെടുക്കുന്നതിന് മുൻപ് യേശു അമ്മയുടെ ഹൃദയത്തിൽ വചനത്തിലൂടെ രൂപമെടുത്തു. നമ്മൾ ദൈവവചനം ധാരാളം വായിക്കുന്നവരാണ്, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നാം വചനം സ്വീകരിക്കുന്നുണ്ട്.
എന്നാൽ ഈ വചനങ്ങൾ എവിടെയാണ് ശേഖരിക്കപ്പെടുന്നത്? ഈ ഉപമയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റുള്ള ഉപമകൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞത് മാതിരി തന്നെയാണ്. ദൈവവചനമാണ് ആദിയിലുണ്ടായത്. ദൈവവചനത്തിലൂടെയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഹൃദയത്തിൽ യേശു ഉരുവാകേണ്ടത്, അവൻ്റെ ബുദ്ധിയും ബോധ്യവും വളരേണ്ടത്, അവൻ്റെ മനസ്സാക്ഷി രൂപപ്പെടേണ്ടത്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാകേണ്ടത്. വചനം അനുസരിച്ചുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഈശോ പറഞ്ഞു, 2 ഫൗണ്ടേഷനുകൾ, അടിത്തറകൾ പണിത ഒരു മനുഷ്യന് ഒരു ഭവനം പണിയുമ്പോൾ അടിത്തറ എങ്ങനെയാണ് പണിയേണ്ടത്? പാറമേൽ അടിത്തറ പണിയുകയാണെങ്കിൽ കാറ്റും കോളും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ കാറ്റും കോളും വെള്ളപ്പൊക്കവും ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാലും ആ ഭവനം വീഴുകയില്ല. ഒന്ന് വായിക്കാം ആ വചനം, 7-ാം അധ്യായം 24-ാമത്തെ വചനം. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. ഇത് കരം ഉയർത്തി എല്ലാവരും ഏറ്റുപറയാം. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. തുടർന്ന് എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. ആർക്ക് തുല്യൻ? ഭോഷന് തുല്യൻ. എന്ത് സംഭവിക്കുന്നു? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, ഭവനം വീണുപോയി. ജ്ഞാനം നമ്മുടെ ഒരു വിഷയമാണല്ലോ, ഇല്ലേ? നമ്മളിൽ ഉണ്ടാകാവുന്നൊരു ഭോഷത്വം എന്താണ്? ദൈവവചനം ശ്രവിക്കുന്നു, എന്നാൽ അതനുസരിച്ച് ജീവിക്കാതിരിക്കുന്നതാണ് ഭോഷത്വം. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? അതാണ് വിത്തിൻ്റെ ഉപമയിലൂടെ, വിതക്കാരൻ്റെ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് വിതക്കാരൻ്റെ ഉപമയിലേക്ക് പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 13 നമ്മൾ വായിച്ചത്. 14-ാമത്തെ വചനത്തിൽ പറയുന്നു, ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. എല്ലാവരും ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ഇപ്പോൾ ഇന്നലെ രാവിലെ കേട്ട വചനം ഇപ്പോൾ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? മനസ്സിലായ? ഇനി മിനിഞ്ഞാന്നത്തെ നമ്മൾ ചോദിക്കണില്ല. ഇവിടെയാണ് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്നുകൂടി വായിച്ചേ, 4:14. എല്ലാവരും ഒന്ന് കരമുയർത്തിയേറ്റ് പറഞ്ഞു വായിച്ചേ.
എല്ലാവരും കരമുയർത്താൻ പറയുന്നതിന് അർത്ഥമുണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ, എല്ലാവരും കരമുയർത്തി അതേറ്റു പറഞ്ഞ് വായിക്കുക. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ. ദൈവം വചനമാണ്, വചനം ദൈവമാണ്. എങ്ങനെയാണ് ഈ വചനമാകുന്ന ദൈവത്തെ സാത്താൻ എടുത്ത് മാറ്റിവെക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നലെ, നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കണമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ വലിയ കംപ്ലൈൻ്റാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ താമസ സ്ഥലത്ത് വളരെയധികം സംസാരവും പ്രഘോഷണവും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് ശരിക്കും ധ്യാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഈ ധ്യാനത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ വിത്തുകൾ അത് വഴിയരികിലാണോ വീഴുന്നതെന്നൊരു സംശയം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ എല്ലാം മറ്റ് ഡയറക്ഷനുകളിൽ പോകുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. വിത്തുകൾ വേണ്ട സ്ഥലത്ത് വീഴില്ല. ഇനി അതിനേക്കാൾ ഉപരിയായി എന്താണ് ഈ പിശാച്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് വീഴുന്ന വചനം അവിടെ വേരുപാകുന്നതിന് മുൻപ് എടുത്തുകൊണ്ട് പോകുന്നു. മാറ്റിവെക്കുന്ന പിശാച് ആരാ? ആ പിശാച് എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ നന്നായി കുരിശ് വരയ്ക്കണം. രാവിലെ എണീക്കുമ്പോഴും പ്രാർത്ഥനയുടെ ഒക്കെ ആരംഭിക്കും. എങ്ങനെയാണ് കുരിശ് വരയ്ക്കണത്? ഒന്ന് കുരിശ് വരച്ചെല്ലാവരും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രു. കണ്ടോ, എവിടെയാ ശത്രു? ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശത്രുവാണ് ഈ പിശാച്. ഈ ശത്രുവാണ് ഈ വചനമെടുത്ത് മാറ്റുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിട്ട് നിന്റെ നാവിന്, നിന്റെ അധരത്തിന് പൂട്ടും താക്കോലും ഇടണം. അത് വേണ്ട സമയത്തേ ഉപയോഗിക്കാവൂ. ലത്തീൻ കുർബാനയിൽ വചനം പ്രഘോഷിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിനെയും അധരങ്ങളെയും ഹൃദയത്തെയും കുരിശിൻ്റെ ചിഹ്നം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം ചെയ്തും, അത് വാസ്തവത്തിൽ ഒരു എക്സോർസൈസിങ് ആണ്. അതായത് നമ്മളിലുള്ള അശുദ്ധിയെ അകറ്റുന്നതിനും നമ്മൾ ദൈവവചനം സ്വീകരിക്കുന്നതിന് പൂർണ്ണമായി തയ്യാറാകുന്നതിനുമാണ്. സുറിയാനി കുർബാനയിലും നമ്മൾ കുർബാന വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാൽ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. മൃദരേ ശബ്ദം കേൾക്കിൽ, ജീവൻ നേടും സ്വർഗം പോകും ചേനിൽ. ഇതു നിരശിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. ഇങ്ങനെ നമ്മൾ ഒരുങ്ങുകയാണ് നമ്മുടെ ഹൃദയം നല്ല നിലമാക്കിക്കൊണ്ട് ആ വിത്തുകൾ സ്വീകരിക്കാൻ. വിത്ത് എന്താണ്? വിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം, വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഉദാഹരണത്തിന് നമുക്കൊരു വിത്തെടുക്കാം. എന്ത് വിത്തെടുക്കണം? ചക്കക്കുരു എടുക്കാം. ചക്കക്കുരു
ഒരു വിത്തല്ലേ ചക്കക്കുരു. ചക്ക തിന്നാറുണ്ട്, ചക്കക്കുരു പഠിക്കാറുണ്ട് ഇല്ലേ? എന്താണ് ചക്കക്കുരു എന്ന ആ വിത്തിൽ അടങ്ങിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ആ ചക്കക്കുരുവിൽ ഒരു വലിയ പ്ലാവുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നമ്മളെന്താ ഭക്ഷിക്കുന്ന ഒരു പ്ലാവിനെ മുഴുവനും വിഴുങ്ങുക? അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ്റെ ഉള്ളിൽ അതിൽ നിന്നും മുളച്ച് വളർന്ന് പന്തലിച്ച് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതിന് ആവശ്യമായ സത്ത് അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വചനം ദൈവരാജ്യത്തിൻ്റെ വിത്താണ്. നമ്മൾ ഓരോരുത്തരിലും ഒരു വചനം, ഒരു വിത്ത് വേണ്ട സ്ഥലത്ത് നല്ല നിലത്ത് വീണ് അവിടെ അത് വളർന്ന് അത് തഴച്ച് വളരുകയാണെങ്കിൽ നമ്മളിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകും. ഒരു വിത്ത് മതി, ഒരു വിത്ത്. അങ്ങനെ അനേകം വിത്തുകൾ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഒരു ചക്കക്കുരു, ഒരു വിത്ത് നാം നമ്മുടെ അടുക്കളയിലോ അതിൻ്റെ സ്റ്റോർ റൂമിലോ വെച്ചുകൊണ്ട് അതുകൊണ്ട് മുളച്ചു വളരില്ല. അത് എവിടെ വന്നാലത് വളരുക? അത് നല്ല നിലത്ത് നടണം. അങ്ങനെ നല്ല നിലത്ത് നട്ട ആ വിത്ത് ഇതാ 2-3 ദിവസം കഴിയുമ്പോഴേക്കും മുളച്ച് ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായി? അതാണ് ഉയർപ്പ്. മൂന്നാം പക്കം ഉയർക്കും ഈ വിത്ത്. മുളച്ച് ഒരു പുതിയ ജീവൻ വന്നു. പിന്നെ ഒരില വന്നു, പിന്നെ വേറൊരില വന്നു, പിന്നെ വേറൊരില വന്നു. അത് കാണുമ്പോഴുള്ള കുളിർമ ഇല്ലേ? കർഷകൻ അത് കാണാൻ കാത്തിരിക്കുകയാണ് വിത്ത് വിതച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് അവൻ വെള്ളമൊഴിച്ച് വളമിട്ടെല്ലാം ആ ചെടി വളർന്ന് സാവധാനം വലുതായി 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 ഫലം തരുന്നു. ഇത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു കൂട്ടുവേലയാണ്. മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആ വിത്ത് നടണം, പിന്നെ അത് ദൈവം ഏറ്റെടുക്കുകയാണ്. എന്ന പോലെ തന്നെ മനുഷ്യൻ കുറച്ച് അധ്വാനിച്ച് തൻ്റെ ഹൃദയം നിർമ്മലമാക്കുകയാണെങ്കിൽ അവിടെ വിത്ത് വളരും. എൻ്റെ ഒരു ഗവേഷണത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇതാണ്: 99% വചനവും നമ്മൾ ശ്രവിക്കുന്നത് നല്ല നിലത്തല്ല വീഴുന്നത് എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയോ. നമ്മൾ ചെറുപ്പകാലം മുതൽ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നവരുണ്ട്. ഇനി അതുമല്ല, എത്രത്തോളം ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരുണ്ട്. 40 ധ്യാനങ്ങൾ വരെ കൂടിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ എന്നിട്ടും ആ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയും ആ വിശുദ്ധിയും ആ സ്നേഹവും നമ്മളിൽ ജ്വലിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ വഴിയരികിനോ പാറപ്പുറത്തോ മുള്ളുകൾക്കിടയിലോ ആകാം വീണിരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ഉപമകൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഈ ഉപമയാണ് സുവിശേഷത്തിലെ ഒരു സ്ഥായി ഘടകം. മറ്റെല്ലാ ഉപമകളിലേക്കും നമ്മളെ നയിക്കേണ്ടതും ദൈവരാജ്യത്തിൻ്റെ താക്കോല് തന്നെ.